വ്യാജ മാലമോഷണ കേസിൽ യുവതി അപമാനിക്കപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരും. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ബിന്ദുവിനെ അപമാനിച്ച കേസിൽ വീട്ടുടമയുടെയും സസ്പെൻഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തും. കുടിക്കാനൊരൽപ്പം വെള്ളം പോലും നൽകാതെ മാനസികമായി മണിക്കൂറോളം പീഡിപ്പിച്ച പേരൂർക്കട പോലീസിന്റെ ക്രൂരതകളാണ് കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്താനെത്തിയ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തോട് ബിന്ദു വിവരിച്ചത്. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ന് സംഘം വീട്ടുടമയായ ഓമന ഡാനിയലിന്റെയും സസ്പെൻഷനിലുള്ള SI SG പ്രസാദ്, ASI പ്രസന്നൻ എന്നിവരുടെയും മൊഴി രേഖപ്പെടുത്തും. ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണം നടത്തുന്നത്. ജൂലൈ 7-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഏപ്രിൽ 23-നാണ് കവടിയാറിലെ ഓമന ഡാനിയലിന്റെ വീട്ടുജോലിക്കാരിയായിരുന്ന ബിന്ദുവിനെ വീട്ടുടമസ്ഥയുടെ താലിമാല മോഷ്ടിച്ചു എന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുക്കുകയും ചട്ടം ലംഘിച്ച് അനധികൃതമായി കസ്റ്റഡിയിൽ വയ്ക്കുകയും മോഷണം നടന്നുവെന്ന് ഉറപ്പില്ലാത്ത രാത്രി തെളിവെടുപ്പിനായി വീട്ടിലെത്തിക്കുകയും ചെയ്ത സംഭവമുണ്ടായത്. ജനം, തിരുവനന്തപുരം.